ഇനി വരാൻ പോകുന്ന 2026 ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത്. ബംഗാളിൽ തീർച്ചയായിട്ടും അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2026 നടക്കാൻ പോകുന്നത്. മമതയുടെ TMC അവിടെ അധികാരത്തിൽ വീണ്ടും വരുമോ? BJP അവിടെ ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കുമോ? പ്രതിപക്ഷമായിരിക്കുന്ന BJP അവിടെ അധികാരത്തിൽ വരുമോ എന്നൊക്കെയുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് ബംഗാൾ. ബംഗാൾ 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ബംഗാളിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് നോക്കാം. ഏറ്റവും പുതുതായിട്ട് വന്ന ദേശീയ സർവേ പ്രകാരം ബംഗാളിൽ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ അലയടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് നിലവിൽ TMC തൃണമൂൽ കോൺഗ്രസിന് അവിടെ കിട്ടുന്ന സീറ്റുകൾ എന്ന് പറയുന്ന തരത്തിൽ കൊടുത്തിരിക്കുന്നത് 178 സീറ്റുകളാണ് തൃണമൂൽ കോൺഗ്രസിന് ഈ സർവേ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതേസമയം BJPക്ക് ആണെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. ഏകദേശം 115ഓളം സീറ്റുകൾ കിട്ടുമെന്നാണ് ഈ സർവേ പ്രകാരം പറയുന്നതെന്ന് പറയുന്നത്. അതേസമയം CPIMന് അവിടെ 3 സീറ്റുകൾ കിട്ടുമെന്നും ഈ സർവേ പ്രകാരം പറയുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തൃണമൂൽ കോൺഗ്രസിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകാം, പക്ഷേ ഭരണത്തിൽ അവർ തന്നെ നിൽക്കുമെന്നുള്ള തരത്തിൽ പറയുന്നു. പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും ഈ സർവേ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, അവിടെ ഈ സർവേക്ക് അപ്പുറം തന്നെ പലതരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ മമതയ്ക്കെതിരെ TMCക്കെതിരെ വലിയ തോതിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതൊക്കെ തന്നെ മമതയ്ക്ക് എത്രത്തോളം തിരിച്ചടി ആകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വോട്ട് ഷെയറിലായാൽ തന്നെയും TMCയും BJPയും തമ്മിൽ വലിയ തോതിലുള്ള വ്യത്യാസം വരുന്നില്ല എന്നുള്ളതും ഈ സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വളരെ വലിയ തോതിൽ മറിയുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ BJP എത്രത്തോളം അനുകൂല ഘടകമാക്കുമെന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നത്. പക്ഷെ മമതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴായാൽ പോലും അവിടെ ഒരു മുൻതൂക്കം മമതയ്ക്ക് അല്ലെങ്കിൽ TMCക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ മമത ഇത്തവണ വളരെ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നുള്ളതും, സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വളരെ വലിയ തോതിലുള്ള കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും മിക്ക സർവേകളും വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകുമെന്ന് തന്നെയാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ NDA സഖ്യത്തിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് അതോടൊപ്പം തന്നെ CPIMനായാലും വലിയ തോതിലുള്ള മെച്ചമൊന്നും തന്നെ ബംഗാളിൽ ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനായാൽ പോലും ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിട്ട് ബംഗാൾ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതും, CPIM അവിടെ ഒരു കാലത്ത് ഭരണത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷം വലിയ തോതിലുള്ള ഒരു നേട്ടവും ഉണ്ടാക്കാതെ ഏറ്റവും പിന്നിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും തന്നെയാണ് സർവേകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ പോകുന്നത് അവിടെ BJPയും അതോടൊപ്പം തന്നെ TMCയും നേർക്കുനേർ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഈ പറയുന്ന CPIMനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും യാതൊരുവിധ റോളുമില്ല എന്ന് തന്നെയാണ് ഇതുവരെയും വന്നിട്ടുള്ള സർവേകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ TMCക്ക് തന്നെയാണ് നിലവിലും ഒരു മുൻതൂക്കം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തരത്തിൽ നോക്കുമ്പോഴത്തേക്കായാൽ പോലും മമത തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോഴത്തേക്കും പലതരത്തിലുമുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ മമതയ്ക്കെതിരെ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഇപ്പോൾ അവിടെ ഭരണപക്ഷം നേരിടുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ചില തിരഞ്ഞെടുപ്പുകൾ TMCക്ക് വളരെയധികം ശക്തി ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ TMC പരാജയപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതുമൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ BJP വിജയിക്കുകയും ഭരണത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തത് TMCയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുന്നേ തലവേദന ഉണ്ടാക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ മറികടന്നുകൊണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് മമതയും അതോടൊപ്പം തന്നെ TMCയും വീണ്ടും 2026 അധികാരത്തിൽ വരുമെന്ന തരത്തിൽ
തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് ഭൂരിഭാഗവും പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ സീറ്റുകളിൽ ഗണ്യമായ കുറവ് സംഭവിക്കാം. BJP സീറ്റുകൾ കൂടുകയും വോട്ട് ഷെയർ ഉയരുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് മിക്ക സർവേയും വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി സർവേകൾക്കപ്പുറം ഉള്ള ഒരു നേട്ടം BJP ഉണ്ടാക്കുമോ, വലിയൊരു അട്ടിമറി അവിടെ സംഭവിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.